അച്ഛനെ ചേട്ടനെയൊക്കെ വളരെ തമാശ രൂപേണ അവതരിപ്പിക്കാറുണ്ട്, അവരെ പറ്റിച്ച കഥ ഒക്കെ പറയാൻ. പക്ഷേ ശരിക്കും ധ്യാന് ഇവരോടുള്ള അപ്രോച്ച് എന്താണ്? ശരിക്കും ഇവർക്ക് എന്നെ വലിയ കാര്യമാണ് അതുപോലെ ഞാൻ അന്ന് ഇന്ന് ഇവരെ എങ്ങനെ ഊറ്റി ജീവിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യകാല ചിന്തകളൊക്കെ തന്നെ. സ്കൂൾ സമയമൊക്കെ കോളേജ് സമയമൊക്കെ ഒരു പരിധിവരെ സ്കൂൾ കഴിഞ്ഞ് കോളേജ് സമയമൊക്കെ ഏട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഏട്ടനോടൊരു എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ സ്ഥാനത്താണ് ജ്യേഷ്ഠൻ. പക്ഷേ എന്ന് വെച്ചിട്ട് ചേട്ടനോട് പറയേണ്ട കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പറയാറുണ്ട്. അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ഒന്നും പറയാനുള്ള ധൈര്യമില്ല പലപ്പോഴും. പക്ഷെ അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ വന്ന് പറയും. ഈ ഇന്റർവ്യൂസ് ഒക്കെ അവർ കാണാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പുള്ളി നേരിട്ട് തന്നെ അപമാനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ നേരിട്ട് പുള്ളിയുടെ അടുത്തൊന്നും പറയാറില്ല. ഇന്റർവ്യൂവിലൂടെ പറഞ്ഞ് സിനിമയെക്കുറിച്ചൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പുള്ളി വളരെ ഓപ്പണായിട്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പുള്ളിയുടെ ഒരു സിനിമ കണ്ടതിന് ശേഷം. പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു തവണ ഇതേപോലെ ഇതൊരു സിനിമയെക്കുറിച്ച് പുള്ളി എഴുതിയൊരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് പുള്ളി ഭയങ്കരമായിട്ട് ശോഭിക്കുകയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി അത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളല്ല, ഹെൽത്തി ആയിട്ട് തന്നെ കാണുന്നില്ല. പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞതാണ്.